LDFിന്റെ ജാഥ വേണ്ടത്ര വിജയിച്ചില്ല എന്ന് CPIയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ചർച്ച വന്നുവെന്നും അത് ഒറ്റ ജാഥയാക്കുകയാണെങ്കിൽ നല്ലത് എന്നും ഉള്ള ഒരു വാർത്ത നമ്മുടെ മാധ്യമങ്ങളിൽ വന്നു. ഇന്ന് ആ വാർത്ത നിഷേധിച്ചിട്ടുണ്ട് ശ്രീ ബിനോയ് വിശ്വം. പക്ഷേ ഇതൊക്കെ വന്നാലും നമ്മുടെ നാട്ടിലെ കമ്മിറ്റികളിൽ നടക്കുന്ന ചർച്ചകളൊക്കെ പുറത്തു വരും. അത് പറയുമ്പോൾ നേതാക്കൾ നിഷേധിക്കും. ഇതൊക്കെ ശരി. പക്ഷെ നമ്മൾ പുറത്തു നോക്കുമ്പോൾ LDF സാധാരണ ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തുന്ന ജാഥയുടെ 7 അയലത്ത് പോലും വന്നില്ല ഒരു ജാഥയും എന്നതാണ് സത്യം. അപ്പൊ നമുക്കറിയാം അതിൽ ഒരുപാട് വിവാദങ്ങളുണ്ട്. ആ വിവാദങ്ങളിലേക്കൊന്നും ഞാൻ പോണില്ല. ജാഥയുടെ വടക്കൻ മേഖലാ ജാഥയുടെ ഉദ്ഘാടനം ശ്രീ ME ഗോവിന്ദൻ നയിക്കുന്ന ജാഥ, ആ ജാഥയുടെ ഉദ്ഘാടനത്തിന്റെ വിഷ്വൽ നമ്മൾ കണ്ടു. എന്താ സംഭവിച്ചത്? മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞു, ഗോവിന്ദൻ മാഷ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അരങ്ങ് കാലി. ആ കാണികളില്ല, കാണികൾ ഒഴിഞ്ഞുപോയി. ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം പിടിച്ചിരുത്തിയവരാണ്. പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഹിന്ദിയിൽ ജാഥയ്ക്ക് സ്വീകരണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരെ പരിശീലിപ്പിക്കുന്നത് ഒക്കെയായി ബന്ധപ്പെട്ട് ട്രോളുകൾക്ക് ട്രോളുകളും ഒക്കെയായി വന്നു. മാത്രമല്ല, ഒരു ഇടതുപക്ഷ ജാഥ ഉണ്ടാകുന്ന ഒരു ഓളം ഈ ജാഥയ്ക്ക് ഉണ്ടായില്ല എന്ന വിലയിരുത്തൽ വളരെ ശരിയുമാണ്. ജനങ്ങൾ അങ്ങനെ ഓടിയൊന്നും വന്നില്ല. വടക്കൻ മേഖലയാണ് താരതമ്യേന മെച്ചപ്പെട്ട ജാഥയായത് എന്നാണ് ഞാൻ മനസ്സിലായത്. അതിന് കാരണം പ്രത്യേകിച്ചും കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് പോലുള്ള ജില്ലകൾ, പാലക്കാട് പോലുള്ള ജില്ലകളിൽ CPMനുള്ള സംഘടനാ ശേഷിയുണ്ട്. ആ സംഘടനാ ശേഷി കൊണ്ട് ഒരു പരിധി വരെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. എന്നിട്ടും ഈ പറഞ്ഞതുപോലെ പല യോഗങ്ങളിലും ആളുണ്ടായില്ല എന്ന പരാതിയുണ്ട്. പക്ഷേ മധ്യമേഖലയും ദക്ഷിണ മേഖലയും ദയനീയ പരാജയമായിരുന്നു ജാഥ. അത് മാധ്യമങ്ങൾ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നു. മാധ്യമങ്ങൾ വന്നില്ല എന്നുള്ളതിന് പിണറായി വിജയന്റെ വിമർശനം വരുന്നു. അതൊക്കെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? എന്തുകൊണ്ടാണ് ആള് കുറഞ്ഞത്? തീർച്ചയായും 10 കൊല്ലം ഭരിച്ച ഒരു ഗവൺമെന്റിനെതിരായ ഒരു വികാരം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ക്ഷേമ പെൻഷൻ കൊടുത്താലും അല്ലെങ്കിൽ വലിയ PR വർക്ക് നടത്തിയാലും അതുകൊണ്ട് മാത്രം ജനങ്ങളുടെ ഇച്ഛ മാറില്ല, ജനങ്ങളുടെ രീതി മാറില്ല. ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും പ്രധാന ക്യാമ്പയിൻ പോയിന്റ്? 2 പേരുടെയും നമ്മൾ അത് നോക്കണം, അല്ലെങ്കിൽ 3 പേരുടെയും. LDFിന്റെ പ്രധാന ക്യാമ്പയിൻ പോയിന്റ് പിണറായി 3-0 എന്നാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പാർട്ടി തന്നെ വിലയിരുത്തിയതുപോലെ ഇതിൽ ജനങ്ങളുടെ എതിർപ്പ് ഒരുപക്ഷെ പാർട്ടിയേക്കാൾ കൂടുതൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോടായിരിക്കും. ഇത് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ തിരിച്ചായിരുന്നു. പാർട്ടിയോട് എതിർപ്പുണ്ടെങ്കിൽ പോലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തുടരണം എന്ന അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് 99 സീറ്റിൽ അന്ന് LDF ജയിച്ചത്. പക്ഷെ ഇന്ന് സ്ഥിതി നേരെ മറിഞ്ഞിരിക്കുന്നു. കാരണം ഞാനിപ്പോൾ കേരളത്തിന്റെ പല ഭാഗത്ത് സഞ്ചരിക്കുമ്പോൾ ഈ LDF ജാഥകളിൽ വളരെ കുറച്ച് സ്ഥലത്തെ പിണറായി വിജയന്റെ പടം വെച്ചിട്ടുള്ളൂ. വളരെ കുറച്ചേ വെച്ചിട്ടുള്ളൂ. കഴിഞ്ഞ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാനിത് ഇതുപോലെ തന്നെ കണ്ടെത്തിയതാണ്. പിണറായി വിജയന്റെ പടം വളരെ കുറച്ചാണ് LDF വയ്ക്കുന്നത്. പ്രാദേശിക നേതാക്കളുടെയും ചില മറ്റു നേതാക്കളുടെയും ഒക്കെ പടമാണ് വയ്ക്കുന്നത്. ജാഥാ ക്യാപ്റ്റന്റെയൊക്കെ പടം വയ്ക്കുന്നത്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. 21 അങ്ങനെ ആയിരുന്നില്ല. സ്ഥാനാർത്ഥിയുടെ പടം ചെറുതും പിണറായി വിജയന്റെ പടം വളരെ വലുതും ആയി വെച്ചിരുന്നു. ഇത്തവണ എന്താ കുറച്ചത്? പാർട്ടിക്ക് തന്നെ അറിയാം പിണറായി വിരുദ്ധമായ ഒരു വേവ് എവിടെയോ ഇവിടെ ഉണ്ട്. അത് പിണറായി വിജയൻ വേണ്ട, 3-0 വേണ്ട. അതുകൊണ്ടാണ് പല നല്ല ഇടതുപക്ഷ സുഹൃത്തുക്കളും പറഞ്ഞത് പിണറായി വിജയൻ മാറി നിന്ന് തെരഞ്ഞെടുപ്പ് നയിച്ച് പുതിയൊരു മുഖ്യമന്ത്രി അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും എന്നൊരു തോന്നൽ. അത് പല ഇടതുപക്ഷക്കാർക്കും ഉണ്ട്. അത് ഇടതുപക്ഷത്തിനകത്ത് തന്നെയുണ്ട്. ഈ ഭരണം ഇങ്ങനെ പോയാൽ പിണറായി വിജയൻ തന്നെ നേരിട്ട് ഇതിനെ നയിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഇല്ലാതാവും, ബംഗാളാവും കേരളം എന്ന് ഭയപ്പെടുന്ന ആളുകളുണ്ട്. അതിൽ കുറെ സത്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജാഥയിൽ ജനങ്ങൾ വിട്ടുനിന്നുവെങ്കിൽ വിളിച്ചു വരുത്തിയ ആളുകൾ വരും, അല്ലെങ്കിൽ കുടുംബശ്രീക്കാർ വരും, അല്ലെങ്കിൽ തൊഴിലുറപ്പുകാർ വരും എന്നുള്ളതല്ല. അതല്ല വഴിനീളെ ആ ജാഥ എന്തായാലും ഒരു ജനങ്ങൾക്ക് എന്തോ ഒരു അതൃപ്തി ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഇടതുപക്ഷത്തിനുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി കറക്റ്റ് ചെയ്യാൻ സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഇവിടുത്തെ ഭരണത്തോട്, പ്രത്യേകിച്ചും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോട് ജനങ്ങൾക്ക് വെറുപ്പുണ്ട് എന്ന് തോന്നുന്ന വിധത്തിലാണ് ഇതിന്റെ പ്രകടനം. അത് തിരുത്താൻ എത്രത്തോളം കഴിയും എന്ന് എനിക്കറിയില്ല. ഇനി സമയമുണ്ടോ എന്നറിയില്ല. തീർച്ചയായും അതൊരു സൂചനയാണ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്.